അസ്സലാമലൈക്കും. പച്ചമാങ്ങ കിട്ടിയാൽ കറിക്കരിയാനും സംഭാരം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് അച്ചാറിടാനും ഉപയോഗിക്കാറുണ്ടോ? പക്ഷേ മാങ്ങ പൊട്ടിച്ച് ഉപ്പും മുളകും കൂട്ടി ചോറിന് കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഉപ്പിലിടുമ്പോഴുള്ള മണം ഭയങ്കര നമ്മളെ കൊതിപ്പിക്കാനുള്ള ഒരു വകയാണ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളും ക്ലിക്ക് ചെയ്യണേ. ഞാനിന്ന് ഉപ്പിലിടാൻ പോകുന്നത് ഒരു മാങ്ങയും ഒരു പേരയ്ക്കയും ഒരു ആപ്പിളുമാണ്. ആപ്പിൾ നല്ലോണം കട്ട് ചെയ്ത് ഒരു ബോട്ടിലിടുന്നതാണ്. എൻ്റെ കയ്യിൽ മറ്റേ പൊളിയുന്ന ജാറില്ലാത്തതാണ്. ഒരാപ്പിൾ നല്ലോണം വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരാപ്പിൾ നല്ലോണം കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു പേരയ്ക്കയും നല്ല പേരക്കയിൽ അധികം എന്തുണ്ടാവരുത്, പിന്നെ പഴുപ്പ് ഒത്തതായാലാണ് ഒരു കറകുത്തലൊക്കെ പോയിട്ട് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ പച്ച ഇട്ടാൽ അതിലൊരു കൊത്തലും എന്തോ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോവേ. അതുകൊണ്ട് ഒത്തൊരു പഴുപ്പുള്ളതാണ് ഇടാൻ നോക്കേണ്ടത്. ഇപ്പോൾ മാങ്ങക്കാലമല്ലേ, നാട്ടിലൊക്കെ എല്ലായിടത്തും മാങ്ങ നല്ലോണം ഉണ്ട്. നിങ്ങളിപ്പോൾ നാട്ടിലുള്ള സീസൺ എങ്ങനത്തെയാണ്? മാങ്ങ ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ കുറേ അച്ചാറുകളൊക്കെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കാറുണ്ട്. അതുപോലെ മാങ്ങയും നല്ല അത്യാവശ്യം നല്ല മൂത്തതാണേ. അതും കൂടി നല്ലോണം കട്ടാക്കിയിട്ട് ഒരു ബോട്ടിലിടണേ. നിങ്ങളൊക്കെ എങ്ങനെയാണ് കഴിക്കാറ് മാങ്ങ? ഉപ്പിലിട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ മുളക് പൊടിയും ഇതൊക്കെ കൂട്ടി അപ്പാട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിലിട്ട് 1 മാസമോ 2 മാസമൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യുന്നവരുണ്ട്, കടുമാങ്ങയായിട്ടും അങ്ങനെയൊക്കെ. ഞാൻ പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ മാങ്ങ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ടിട്ട്. ഡോക്ടർ കാണിക്കുമ്പോൾ എപ്പോഴും പറയും ഇങ്ങനെ സുർക്കയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറക്കാനും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉപ്പിലിട്ട ഐറ്റംസിനെ കൊണ്ടൊക്കെ. എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവളും കാണാതെയൊക്കെ ഇങ്ങനെ മാങ്ങയുള്ള സമയത്ത് ഇങ്ങനെ സുർക്കയൊക്കെ ആക്കി കഴിക്കാൻ നോക്കുവേ. അതിനുശേഷം നമ്മൾ മാങ്ങ ഇതൊക്കെ കട്ടതിന് ശേഷം നല്ല കല്ലുപ്പാണ് വേണ്ടത്, പൊടിയുപ്പല്ലേ. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് മതിയേ. കാരണം കുട്ടികളൊക്കെ കഴിക്കുന്ന വീട്ടിലാണെങ്കിൽ അധികം മുളകിന് എരിവ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുകൊണ്ട് നമ്മൾ 2 മുളകാണ് എടുത്തത്. മുളകും നല്ലോണം കട്ടാക്കുക. ഞാനിത് പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഉള്ളിൽ കറണ്ട് പോയപ്പോൾ ഭയങ്കര ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോ. അത് 3ഉം കട്ടാക്കിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലിട്ടേ. അതിന് ശേഷം അതിൽ കുറച്ച് സുർക്ക ഒഴിച്ചേ. സുർക്ക ഒഴിച്ചതിന് ശേഷം അതിൽ നല്ല കാച്ചി തണിഞ്ഞ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അല്ലാണ്ട് സാധാ പച്ചവെള്ളം ഉപയോഗിച്ചാൽ അതിലേക്ക് കുറേ പൂപ്പല ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് വയറ്റിനൊക്കെ നല്ല പ്രശ്നമായി മാറുവേ. ഇത് കാച്ചി തണിഞ്ഞ വെള്ളം ഒഴിച്ചാൽ കുറേ സമയം കുറേ ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കുവേ. ഞാൻ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തതാണ് വെള്ളം. അത് കാച്ചി തണിഞ്ഞ് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. എന്നിട്ടത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു ഇതിലാക്കിയതിന് വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. അത് തുറക്കുമ്പോഴുള്ള സ്മെല്ലെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. ഭയങ്കര എന്താ പറയുക, അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കഴിക്കാനെന്ന് തോന്നുക. മാങ്ങ നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒത്ത ഉപ്പുമുണ്ട്, അതുപോലെ തന്നെ നല്ല പുളിയുണ്ട്. അത്യാവശ്യം കുറച്ച് മൂത്തതായതിനെ കൊണ്ട് അധികം പുളിപ്പില്ലാണ്ട് ഒത്തിരി മധുരവും അതിനോട് കിട്ടുന്നുണ്ട്. ആപ്പിളൊക്കെ നല്ലോണം ഒന്ന് സെറ്റായിനെ. ഇതുപോലെ എല്ലാ ഏകദേശം ഐറ്റംസും ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കഴിയുന്നതും സുർക്ക കുറച്ചിട്ട് ഉപ്പും മുളകും അങ്ങനെ ഇട്ടിട്ട് കഴിക്കാവേ. പേരയ്ക്ക അത്യാവശ്യം പക്ഷെ നല്ല പഴുപ്പുള്ളതിനെ കൊണ്ട് ഭയങ്കര മധുരമുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.